സ്വന്തമായിട്ട് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചുള്ള വള ഉണ്ടാക്കാനാണ് ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒന്ന് ജസ്റ്റ് നോക്കുകയുള്ള ഇതാ എൻ്റെ ക്യാമറ. ഞാൻ ഒരു പുതിയ ക്യാമറ സ്റ്റാൻഡ് വാങ്ങി ആദ്യമായിട്ടൊന്ന് പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ കാണും, പ്ലീസ് എക്സ്ക്യൂസ്. ഈ വള നമുക്ക് ഈ പ്ലെയിൻ വള നമുക്ക് വാങ്ങാൻ കിട്ടും. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള കല്ല് നമുക്ക് ഇതും വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ P7000 എന്ന ഗമ്മാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ആ പ്ലെയിൻ വളയിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഈ കല്ല് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി പോരായ്മകൾ കാണും. ഒന്നുകൂടി പറയുകയാണ്, അതൊന്ന് ക്ഷമിക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഗം അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ. ഇത് കണ്ടോ, അല്പം മെനക്കേടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് വള. ഇത് കണ്ടോ എത്ര സമയമെടുത്തു, ഈ ഒരു വള ഞാൻ ഉണ്ടാക്കാൻ എത്ര സമയമെടുത്തു എന്ന് കണ്ടോ. ഇതുപോലെ നമ്മുടെ കുട്ടികൾക്കായാലും നമുക്കായാലും നമ്മുടെ ഡ്രസ്സിനനുസരിച്ചുള്ള വള. ഈവൻ സാരി എടുത്ത് വച്ചിട്ട് വേണമെങ്കിലും നമുക്കിതിൻ്റെ വള അതിൻ്റെ കളറിൽ. ഇതിപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കളറാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറിനുള്ള സ്റ്റോണ് നമുക്ക് കടയിൽ അധികം വില, ഒത്തിരി കാശൊന്നും ആവില്ല, നമുക്കിത് വാങ്ങാൻ കിട്ടും. അത് നമ്മുടെ പല കളറിലും നമ്മൾ വാങ്ങിക്കൊണ്ട് കയ്യിൽ വച്ചിരുന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ എത്ര സമയമെടുത്തു. ഇങ്ങനെ കണ്ടോ, ഇതിപ്പോൾ ഞാൻ നീലയും റെഡും സ്റ്റോണാണ്, നീലയും വെള്ളയും റെഡും സ്റ്റോണാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പിടി വളകൾ എത്ര പെട്ടെന്ന് എത്ര മനോഹരമായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ, ഇതൊക്കെ ഞാൻ തനിയെ പഠിക്കുന്നതാണ്. അല്ലാതെ ഇതൊന്നും ഒരിക്കലും ഞാനൊരു യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചു തരുകയോ അല്ല. ഇതൊക്കെ നമ്മൾ ഒത്തിരി കഴിവൊന്നും വേണ്ട, അല്പം ക്ഷമ മാത്രം മതി. നമുക്കിങ്ങനെ ധാരാളം കരകൗശല വസ്തുക്കൾ നമുക്ക് തന്നെ തയ്യാറാക്കാം. എന്തിന് ഒത്തിരി കാശ് കൊടുത്ത് വാങ്ങുന്നു. ഇത് കണ്ടോ എത്ര സമയമെടുത്തു. ഇത്രയും വളയ്ക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറൊന്നും എടുത്ത് കാണില്ല. കാരണം ഇത് ആദ്യമായിട്ട് ഈ ക്യാമറ ഞാൻ തനിയെ ഇത് സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റേതായ ഒരു താമസം നേരിട്ടെന്നേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഡാൻസിന് കുട്ടികൾക്കൊക്കെ എന്ത് എളുപ്പം അമ്മമാർക്ക് ഇത് തയ്യാറാക്കാമെന്ന് കണ്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളിതുപോലെ പ്ലെയിൻ വളകളും സ്റ്റോണും വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള വളകൾ ഉണ്ടാക്കാം.